ഇന്നത്തെ പ്രൈവറ്റ് ബസ് സമരം എന്തിനാണ്? മന്ത്രിയുടെ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. കുട്ടികളുടെ ചാർജ് വർദ്ധിപ്പിക്കുന്നത് നല്ലതാണോ എന്ന് ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. സ്റ്റുഡൻസ് യൂണിയനോട് സംസാരിക്കാതെ നമുക്ക് അതിൽ മറുപടി പറയാൻ പറ്റത്തില്ല. മന്ത്രി പറഞ്ഞത് വളരെ ശരിയാണ്. വിദ്യാർത്ഥി യൂണിയനുമായി ആലോചിക്കാതെ ഒരു ബസ് ചാർജ് വർധന ഉണ്ടാക്കിയാൽ പിന്നീട് കുട്ടികൾ സമരത്തിലിറങ്ങും. പിന്നെ ബസ് തർക്കലാവും, കേസാവും, പൊല്ലാപ്പാവും. അതിനൊന്നും ഇടവരുത്തേണ്ട കാര്യമില്ലല്ലോ. വിദ്യാർത്ഥി നേതാക്കളുമായി സംസാരിച്ച് ചാർജ് വർധന ആലോചിക്കാവുന്നതേ ഉള്ളൂ എന്ന് മന്ത്രി പറഞ്ഞു. മറ്റൊന്ന്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ളതാണ്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് കടത്തലും ഉപയോഗിക്കലും ഒക്കെയുള്ള കേസുകളിൽപ്പെട്ട ആളുകളെ ഡ്രൈവറും കണ്ടക്ടറുമായിട്ട് ക്ലീനറായിട്ട് വെക്കണം എന്ന് അവരാവശ്യപ്പെടുന്നുണ്ട്. അത് പറ്റില്ല എന്നുള്ള ഗവൺമെന്റ് നിലപാടാണ്. 3-4 കുറ്റകൃത്യങ്ങൾ അതിൽ പെടാത്തവരാണെന്നൊരു സർട്ടിഫിക്കറ്റ് പോലീസ് സ്റ്റേഷനിൽ വാങ്ങിച്ചു കൊടുക്കണം. മന്ത്രി രണ്ടാമത് പറഞ്ഞതും വളരെ ശരിയാണ്. കാരണം ക്രിമിനൽ കേസുകളിൽപ്പെട്ട ആളുകളെ ബസ് ജീവനക്കാരാക്കിയാൽ കേരളത്തിൽ നിന്ന് കാണുന്ന അക്രമങ്ങൾ നമ്മൾ പലതും ഇത്തരത്തിലുള്ളവയാണ്. അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു വെരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവരെ ജോലിക്കെടുക്കാവൂ എന്നാണ് ഗവൺമെന്റിന്റെ തീരുമാനം. മന്ത്രി പറഞ്ഞത് വളരെ ശരിയാണ്. പത്തനംതിട്ട കോന്നിയിൽ ഹിറ്റാച്ചിയുടെ മുകളിൽ കിടക്കുന്ന പാറക്കല്ലുകൾ മാറ്റാനുള്ള തീവ്ര ശ്രമം നടത്തുകയാണ് ഇപ്പോൾ. വളരെ സാഹസികമായിട്ടാണ് NDRF സംഘം ഇവിടെ ഇറങ്ങി തിരച്ചിൽ നടത്തുന്നത്. ഈ അപകടത്തിൽ ഒരു അതിഥി തൊഴിലാളി മരിച്ചിരുന്നു. മറ്റൊരു അതിഥി തൊഴിലാളി ഹിറ്റാച്ചിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇയാളെ രക്ഷിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് NDRF സംഘം. NDRF ടീമിൽ 20 അംഗങ്ങളാണ് എത്തിയിട്ടുള്ളത്. അതിൽ 4 പേരാണ് ഇറങ്ങി തെരച്ചിൽ നടത്തുന്നത്. JCBയിൽ നിന്നുള്ള റോപ്പ് അവരുടെ ശരീരത്തിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് തെരച്ചിൽ നടത്തുന്നത്. എങ്കിലും മുകളിൽ നിന്നുള്ള പാറകൾ ഏത് സമയവും വീഴാൻ സാധ്യത ഏറെയാണ്. അമേരിക്കയിലെ ടെക്സാസിൽ ഉണ്ടായ മിന്നൽ പ്രളയത്തിൽ മരണം 100 കവിഞ്ഞു. നിരവധി പേരെ ഇനിയും കാണാനുണ്ട്. തമിഴ്നാട് കടലൂരിൽ ട്രെയിൻ സ്കൂൾ ബസ്സിലിടിച്ച് 2 വിദ്യാർത്ഥികൾ മരിച്ചു. 10 കുട്ടികൾക്ക് പരിക്കേറ്റു. അടച്ചിട്ടിരുന്ന ഗേറ്റ് നിർബന്ധത്തിന് വഴങ്ങി ഗേറ്റ്മാൻ തുറന്നപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്.